ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു കുറച്ച് എള്ള് വിളയിച്ചെടുക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം കഴുകി വൃത്തിയാക്കി എള്ള് വറുത്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്, അത് വേണം. പിന്നെ മട്ടയുടെ ചുമന്ന അവൽ വേണം. അതിൻ്റെ കൂടെ പംകിൻ്റെ സീഡും പിന്നെ സൺഫ്ലവർ സീഡ്, നെയ്യ് വേണം. സൺഫ്ലവറിൻ്റെ സീഡ് ആണത്. പിന്നെ പൊട്ടുകടല, പിന്നെ ചുക്കും ഏലക്കായും ജീരകവും കൂടെ പൊടിച്ച് വെച്ചത്, ചക്കരയാണ് ഇത്, കരിപ്പെട്ടി തന്നെ വേണം. അതിന് ശേഷം നമുക്ക് ചട്ടി ചൂടായി നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പൊട്ടുകടല ഒന്ന് വറുത്തെടുക്കണം. ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ച ഒരു ഫ്ലേവർ മാറുന്നിടം വരെ വറുക്കണം കേട്ടോ. ഒരു ബ്രൗൺ ഷെയ്ഡാകും, അപ്പോൾ അതുവരെയും വറുത്തെടുക്കാം. ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അവൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ അവൽ നന്നായിട്ട് വറുത്ത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലോട്ട് എള്ളൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഓൾറെഡി ഇവിടെ വറുത്ത് വെച്ചിരിക്കുന്നതാണ്, അതുകൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തതിന് ശേഷം പംകിൻ സീഡും സൺഫ്ലവർ സീഡും ചേർത്ത് കൊടുക്കാം. അങ്ങനെ അതെല്ലാം വരട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് കരിപ്പെട്ടി തന്നെ വേണം. അപ്പോൾ അത് തന്നെ നമുക്ക് പാനിയാക്കിയത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതെല്ലാം ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുക്കണം. അതിലോട്ട് നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആണ് ജീരകം, ഏലക്ക, ചുക്കുപൊടി, അതെല്ലാം കൂടെ ഒന്നിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്നത്, അത് ചേർത്ത് കൊടുക്കാം. ഇത് അവസാനം നമ്മുടെ അവൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ.